ിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ പൊക്കിളിൻ്റെയും നടുവിലായിട്ട്, മേലെ ഭാഗം നടുവിലായിട്ട് നമുക്ക് വേദന ഫീൽ ചെയ്യാം, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച ശേഷം ഫീൽ ചെയ്യാം. കുറച്ച് നേരത്തെ ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇൻഡൈജഷനും അല്ലെങ്കിൽ പുളിച്ചു തേട്ടൽ, വയറ് വീർക്കൽ, നെഞ്ചരിച്ചൽ, ഓക്കാനം വരിക, ഇങ്ങനെയൊക്കെ ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഏറെക്കുറെ അനുമാനിക്കാം അത് ഗ്യാസ്ട്രിക് അൾസർ ആണെന്നുണ്ടെങ്കിൽ. അങ്ങനെ ഗ്യാസ്ട്രിക് അൾസർ ആണ് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റും ഡയറ്റും ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ രാവിലെ എണീറ്റാൽ, നമ്മൾ രാത്രി കിടന്നു രാവിലെ എണീറ്റ് നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വയറ് ക്ലീനാണ്, കുഴപ്പമില്ല, ഡൈജഷനൊക്കെ പ്രോപ്പറായിട്ട് നടന്നു. ഇല്ല, നമുക്കൊരു അസ്വസ്ഥതയുണ്ട്, നമ്മൾ മോഷൻ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ഇൻഡൈജഷൻ ആണ് നമുക്ക് കാണിക്കുന്നത്. അതേപോലെ തന്നെ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു 3 മണിക്കൂർ ഇടവിട്ടിട്ടെങ്കിലും എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ രാത്രി ഭക്ഷണം 8 മണിക്ക് എങ്കിലും കഴിച്ച്, അതായത് നമ്മളൊരു 10 മണിക്ക് ഉറങ്ങുന്നുണ്ടെങ്കിൽ ഒരു 8 മണിക്കെങ്കിലും ഭക്ഷണം കഴിച്ചിരിക്കണം. ഒരു